Okay, hi students. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ട്യൂഷനാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഡേ 1 ഇടുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ 3 ക്ലാസ്സുകളായിട്ട് 2 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് എവിടെയാണ്, ഏത് പ്ലേലിസ്റ്റിലാണെന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയില്ലാത്തവർക്ക് വേണ്ടി ഒന്നിച്ച് കേൾക്കാത്തവർക്ക് ഒന്നുകൂടി പറയാം. സെക്കൻഡ് സെമസ്റ്റർ നഴ്സിംഗ് ട്യൂഷൻ 2023 എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ ഞാനത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. അത് നോക്കാം. ആ ഫസ്റ്റ് ക്ലാസ് കാണുക, അതിനുശേഷം ആ കഴിഞ്ഞ 3 വീഡിയോസ് കാണുക. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ് ഫണ്ടമെന്റൽസ് ഓഫ് നഴ്സിംഗിൽ കഴിയും. ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് 3 ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് 3 യൂണിറ്റ്സ് സോ മെനി ക്വസ്റ്റ്യൻസ് ദേ ആസ്ക്ഡ്. യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ എക്സാമിന് നോക്കുമ്പോൾ, യൂണിവേഴ്സിറ്റി എക്സാമിന് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ പ്രാക്ടിക്കൽ എക്സാമും തിയറി എക്സാമും കമ്പയർ ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് യൂണിറ്റ്സ് ഒക്കെ, അതായത് ഇതൊക്കെ നമുക്ക് ഒരുപാട് എഴുതി പിടിപ്പിക്കേണ്ട കാര്യങ്ങളാണ്. ഈ വക ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ക്വസ്റ്റ്യൻസ് എക്സാം പേപ്പറിൽ വരാറുള്ളത്, തിയറി എക്സാംസിന് വരാറുള്ളത്. പ്രാക്ടിക്കൽ പ്രൊസീജിയർ ഏരിയാസ് വരുമ്പോൾ അത് കൂടുതലും പ്രാക്ടിക്കൽ എക്സാമിനും വൈവയ്ക്കും ഒക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ചോദിക്കില്ല എന്നല്ല, ചോദിക്കാം, ബട്ട് മോർ പ്രിഫറൻസ് ഫോർ practicals. But in these chapters, first, second unit, third unit, first, second, third unit, and the പറയുമ്പോൾ they may you may get more questions in university exam. And each and every chapter നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഞാനതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് അതിനകത്ത് ജസ്റ്റ് ഫസ്റ്റ് സ്ലൈഡിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ആ ഒരു ബേസിസ്, അത്രയും ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത്. ഓക്കെ, അതായത് കൂടെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ യൂണിറ്റ് പഠിച്ചു തുടങ്ങാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതും കൂടെ, അതായത് ലാസ്റ്റ് നിമിഷത്തിൽ മാത്രം ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന ആ ഒരു രീതി അങ്ങ് മാറിയിട്ട് നമ്മൾ ഓരോ യൂണിറ്റും പഠിക്കുമ്പോൾ അതിനകത്ത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ടോപ്പിക്സ് എക്സാമിന് വന്നിട്ടുണ്ട്, മീൻസ് അത് മാത്രം പഠിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. യു ഗീവ് മോർ ഇമ്പോർട്ടൻസ് ഫോർ ദാറ്റ് ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫൗണ്ടേഷൻ ഓഫ് നഴ്സിംഗിൻ്റെ യൂണിറ്റ് 3, ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ആൻഡ് നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 10 മാർക്ക് essay, 5 മാർക്ക് essay, 2 മാർക്ക് ടോപ്പിക്, എവറിത്തിങ് യു മേ ഗെറ്റ് you will get, definitely they will ask questions from this unit. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുക ഏത് പഠിപ്പിച്ചായിരിക്കും മാം. ആക്ച്വലി ഫസ്റ്റ് യൂണിറ്റ്, സെക്കൻഡ് യൂണിറ്റ്, തേർഡ് യൂണിറ്റ്, 3 യൂണിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എല്ലാം പഠിക്കണം നിങ്ങൾ, പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഏരിയാസാണ് ഇതെല്ലാം. ഇച്ചിരി മനസ്സിലാക്കി എടുക്കാനും ഒരു ബോറൻ ടോപ്പിക്കാണെന്നുള്ളത് ഞാൻ ആദ്യമേ പറയാം. പക്ഷേ ഇഫ് യു ഹാവ് ഇൻട്രസ്റ്റ് ദെൻ യു വിൽ ഫീൽ ഈസി. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ഏത് കാര്യമായാലും പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുക, സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക, നന്നായിട്ട് പഠിക്കുക, നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻസോ സജഷൻസോ അല്ലെങ്കിൽ ഐ ഫിനിഷ്ഡ്, ഐ കംപ്ലീറ്റഡ്, ഐ സ്റ്റഡീഡ്, സം മെസ്സേജസ് യു ജസ്റ്റ് പുട്ട് ഇൻ ദ ചാറ്റ് ബോക്സ് ഓർ മെസ്സേജസോ ഓൾസോ. ഓക്കെ, അതുപോലെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് കൂടി നിങ്ങൾക്ക് ഈ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ആൻഡ് നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ, ഇതിൽ നിങ്ങളുടെ സിലബസ് ആണ് ഞാനിവിടെ ആദ്യത്തെ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെ ടോപ്പിക്സ് ആണ് ഇതിൽ കീഴ് വരുന്നത്? ഫസ്റ്റ് വൺ, ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ആൻഡ് ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ഇൻ ഇന്ത്യ. അതായത് 2 വരുന്നത് എങ്ങനെയാണ്? ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ഇൻ വേൾഡും പിന്നെ ഹിസ്റ്ററി ഓഫ് നഴ്സിംഗ് ഇൻ ഇന്ത്യയും. അപ്പോൾ ഇതൊരു എസ്സേ ഒന്നും വരത്തില്ല, ജസ്റ്റ് വളരെ റെയറായിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻസ്. ഇതാണ് ഈ ഒരു ഹിസ്റ്ററിയിൽ നിന്നും വരുന്നത്. പിന്നെ വരുന്നത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഫ്ലോറൻസ് നൈറ്റിംഗൽ, കോൺട്രിബ്യൂഷൻ ഓഫ് ഫ്ലോറൻസ് നൈറ്റിംഗൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ 5 മാർക്കിന് ജസ്റ്റ് ഫ്ലോറൻസ് നൈറ്റിംഗൽ എന്ന് മാത്രം ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ ഒരു പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ടും വരാം, അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരാവുന്ന ഒരു ഏരിയയാണ് ഫ്ലോറൻസ് നൈറ്റിംഗലിനെ കുറിച്ച് പഠിക്കുന്നത്. ഇനി അടുത്ത എസ്സേസ് വരുന്ന ഒരു ഏരിയയാണ് നഴ്സിംഗ് എന്നുള്ള ഈ ഒരു പോർഷൻ. നഴ്സിംഗ് എന്നുള്ള ഈ പോർഷൻ അത് നിങ്ങൾ നഴ്സിംഗിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, നേഴ്സിൻ്റെ ഡെഫിനിഷൻ പഠിക്കണം, പിന്നെ നഴ്സിംഗിൻ്റെ കൺസെപ്റ്റ് പഠിക്കണം, ഫിലോസഫി പഠിക്കണം, ഒബ്ജക്റ്റീവ്സ് പഠിക്കണം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നഴ്സിംഗ് പഠിക്കണം, നാച്ചുറൽ ആൻഡ് സ്കോപ്പ് ഓഫ് നഴ്സിംഗ് പഠിക്കണം, അല്ലെങ്കിൽ നഴ്സിംഗ് പ്രാക്ടീസ്. നെക്സ്റ്റ് ഫങ്ഷൻസ് ഓഫ് നഴ്സസ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ ക്വാളിറ്റീസ് ഓഫ് നഴ്സ് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. കാറ്റഗറീസ് ഓഫ് നഴ്സിംഗ് പേഴ്സണൽ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻസ് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആയിട്ട്
വരാറുണ്ട്. നെക്സ്റ്റ് അനദർ 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ. അതിനകത്ത് ഡെഫിനിഷനും അതിൻ്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെ 5 മാർക്കും 10 മാർക്കിൻ്റെയും എസ്സേക്ക് ചോദിക്കുന്ന ഒരു പോർഷനാണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് കുറച്ച് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്. അത് നമുക്കൊന്ന് പഠിക്കാം പിന്നീട്. നെക്സ്റ്റ് അനദർ ക്വസ്റ്റ്യൻ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വാല്യൂസിൻ്റെ ടൈപ്സ് ഉണ്ട്, ഡെഫിനിഷൻ ഉണ്ട്. അതിൻ്റെ ടൈപ്സ് ആണ് കൂടുതലും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അത് 10 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഇനി അനദർ ഇമ്പോർട്ടൻ്റ് ഏരിയ 5 മാർക്ക് ആൻഡ് 10 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കോഡ് ഓഫ് എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ കണ്ടക്ട് ഫോർ നഴ്സസ്. അതിൻ്റെ 5 മാർക്ക്, 2ഉം 5 മാർക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് അറിയണ്ടേ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ഈ ഒരു പോർഷനിൽ നിന്നും എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഡിഫൈൻ നഴ്സിംഗ് 1 മാർക്കാണ്. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് പ്രൊഫഷണൽ നഴ്സ് 4 മാർക്കാണ്. ഡിസ്ക്രൈബ് ഓറം സെൽഫ് കെയർ ഡെഫിസിറ്റ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഈ തേർഡ് യൂണിറ്റിനകത്ത് എവിടെയാണ് തിയറി മെൻഷൻ ചെയ്തത്, തിയറി ഒരിടവും മെൻഷൻ ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഇറ്റ് ഇൻക്ലൂഡഡ് ഇൻ ദ ഹിസ്റ്ററി. ഓക്കെ, ഹിസ്റ്ററിയിൽ വന്നിട്ടുള്ള ഹിസ്റ്ററി ഓഫ് നഴ്സിംഗിനകത്ത് വരുന്നതാണ് തിയറി. ഓക്കെ, ഓരോ തിയറി ഒരുപാട് തിയറീസ് ഉണ്ട്. അതിൽ ചില തിയറീസ് ആണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. കാരണം അത് മാത്രമേ ചോദിക്കാറുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് ജസ്റ്റ് ആരാണ് പറഞ്ഞതെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്തായാലും ഞാൻ മാക്സിമം തിയറി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഓക്കെ, അപ്പോൾ ഓറം സെൽഫ് കെയർ ഡെഫിസിറ്റ് തിയറി ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 10 മാർക്ക് ക്വസ്റ്റ്യനിൽ ഒരു പാർട്ടായിട്ട് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അത് അല്ലാതെ തന്നെ ഓറംസ് തിയറി എന്നുള്ളത് 5 മാർക്ക് ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഷോർട്ട് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് അനദർ എസ്സേ ഡിഫൈൻ പ്രൊഫഷൻ ഫോർ 1 മാർക്ക്. എന്യൂമറേറ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ ഫോർ 4 മാർക്ക്. അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ മാത്രമായിട്ട് 5 മാർക്കിന് ചോദിക്കാം. ഡിസ്കസ് വെദർ നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ. നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ, നഴ്സിംഗ് ഈസ് എ പ്രൊഫഷൻ, നഴ്സിംഗ് ഒരു പ്രൊഫഷൻ ആണോ എന്നുള്ളത് ഡിസ്കസ് ചെയ്യുക. അത് 5 മാർക്ക്. ഇതെല്ലാം കൂടി ചേർത്ത് 10 മാർക്ക്. നെക്സ്റ്റ് ഡിഫൈൻ ദ ടേം പ്രൊഫഷൻ, ദാറ്റ് മീൻസ് പ്രൊഫഷൻ ഡിഫൈൻ എഴുതുക, 2 മാർക്കാണ്. ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ ആൻഡ് ജസ്റ്റിഫൈ നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ. സെയിം ഇത് തന്നെയാണ്, പക്ഷേ ജസ്റ്റ് വേർഡിങ്സ് മാറ്റിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് അനദർ എസ്സേ ഡിഫൈൻ പ്രൊഫഷൻ, എക്സ്പ്ലെയിൻ നഴ്സിംഗ് ആസ് എ പ്രൊഫഷൻ, ഡിസ്ക്രൈബ് ദ വാല്യൂസ് ഇൻ പ്രൊഫഷണൽ നഴ്സിംഗ്. ജസ്റ്റ് വാല്യൂസ് 5 മാർക്കിന് സെപ്പറേറ്റ് ചോദിക്കാം, 10 മാർക്കിൻ്റെ എസ്സേയിൽ 5 മാർക്കിനായിട്ടും ചോദിക്കാം. നെക്സ്റ്റ് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദ എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റിപ്പീറ്റഡ്ലി ആസ്ക് ക്വസ്റ്റ്യൻ, 5 മാർക്ക് ക്വസ്റ്റ്യൻ. കോഡ് ഓഫ് എത്തിക്സ് 5 മാർക്ക് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് അനദർ തിയറി ബെറ്റീൻ ഹ്യൂമൻ സിസ്റ്റം തിയറി 5 മാർക്ക് ക്വസ്റ്റ്യൻ. എത്തിക്കൽ പ്രിൻസിപ്പിൾസ് അഗെയിൻ and 6 qualities of nurse 5 mark, and same thing qualities of nurse 5 mark. 6 characteristics of nursing profession, health belief model, values and ethics. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. വാല്യൂസ് ഓഫ് എത്തിക്സ് ജസ്റ്റ് ഡെഫിനിഷൻ മാത്രം, 2 ഡെഫിനിഷൻ മാത്രം എഴുതിയാൽ മതി. 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ, 6 നഴ്സിംഗ് തിയറിസ്റ്റ് ആൻഡ് തിയറി. 6 തിയറിസ്റ്റുകളല്ല ഉള്ളത്, ഒരുപാട് തിയറിസ്റ്റുള്ള. അതിൽ ചോദിച്ചിരിക്കുന്നത് 6 തിയറിസ്റ്റുകളും അവരുടെ തിയറി ഏതാണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്, തിയറി ഏതാണെന്നുള്ളത് എഴുതുക. നെക്സ്റ്റ് 6 പ്രോസസ്സസ് വിച്ച് ഹെൽപ്സ് ടു ക്ലാരിഫൈ ദ വാല്യൂസ്. ഏതൊക്കെ പ്രോസസ്സുകളാണ് ക്ലാരിഫിക്കേഷൻ, വാല്യൂ ക്ലാരിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. കാരണം ഈ ഒരു നിങ്ങളിത് ഇവിടെ ശ്രദ്ധിക്കുക, നമ്മുടെ സിലബസിനകത്ത് വാല്യൂ ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടില്ല, മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് ദേ ആർ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ഫ്രം വാല്യൂ ക്ലാരിഫിക്കേഷൻ. ദേ മെൻഷൻഡ് ഓൺലി വാല്യൂസ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് മാത്രമാണ് സിലബസിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവർ വാല്യൂ ക്ലാരിഫിക്കേഷൻ അതൊരു വേറൊരു ടോപ്പിക്കാണ്, അതിലുള്ള തന്നെ ഒരു സബ് ടോപ്പിക്കാണ്, അത് നമ്മൾ പഠിക്കണം. നെക്സ്റ്റ് ക്രൈറ്റീരിയ ഓഫ് എ പ്രൊഫഷൻ 5 മാർക്ക്. Categories of nursing personnel 5 mark. These type of questions are coming from this unit 3. അപ്പോൾ ഈ ഒരു ബേസിസിലാണ് നമ്മൾ ഇനി ഈ ഒരു യൂണിറ്റ് പഠിക്കാൻ. ഓൾറെഡി നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിലാണ് ഇതെല്ലാം, ഈ പോർഷൻസ് എല്ലാം സിലബസ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. കുറച്ച് പേര് ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്റർ കയറിയിട്ടുണ്ടാവത്തുള്ളൂ, അവർ ജസ്റ്റ് പഠിക്കുന്നുണ്ടാവത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഈ സിലബസിൻ്റെ അതേ ഓർഡറിലല്ല, യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എല്ലാ പോർഷൻസും പഠിച്ചു തീർക്കും. ഓക്കെ, അപ്പോൾ ആ ഒരു ഓർഡറില്ല, നമ്മൾ ഈസി ആയിട്ടുള്ള പോർഷൻസ് ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ജസ്റ്റ് ഇവിടെ നോക്കുക, നിങ്ങൾക്ക് സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഒരുപാട് കണ്ടന്റ് ഞാനിവിടെ പറയുന്നുണ്ട്. ഡോണ്ട് തിങ്ക് ലൈക്ക് ദാറ്റ്. അങ്ങനെയല്ല, ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഇവിടെ നോട്ട് വളരെ ബിഗ് ആയിട്ട് മീൻസ് എക്സ്പാൻഡ് ആയിട്ടുള്ള നോട്ട്സ് യൂസ് ചെയ്യുന്നുള്ളൂ. പക്ഷേ നിങ്ങൾ വെൻ യു ആർ ഗോയിങ് ടു റൈറ്റ് ഇൻ ദ നോട്ട് ബുക്ക്, ഇറ്റ് വിൽ ബി ഫീലിംഗ് ലൈക്ക് എ സ്മോൾ നോട്ട് ബുക്ക്. യു നീഡ് ടു റൈറ്റ് ദിസ് മച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, ഇൻട്രൊഡക്ഷൻ. എന്താണ് നഴ്സിംഗ്? നഴ്സിംഗ്
has been called the oldest of the art and the youngest of the profession. ഓക്കെ, അതായത് നമ്മൾ ആർട്ട് എന്ന് പറയുമ്പോൾ എന്താ, കല അല്ലേ, കല എന്നല്ലേ പറയുന്നത്, ആർട്ട് എന്ന് പറയുന്നത്. അപ്പം ഒരു കലയുടെ ആർട്സിൻ്റെ വളരെ പഴയതും എന്നാൽ പ്രൊഫഷൻസിൻ്റെ ഏറ്റവും പുതിയതുമായിട്ടുള്ള ഒന്നാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. The term nurse evolved from the Latin word nutrix. അതായത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. ഏത് വേർഡിൽ നിന്നാണ് നേഴ്സ് എന്നുള്ള വേർഡ് ഫോം ചെയ്തിരിക്കുന്നത്? ലാറ്റിൻ വേർഡ്. ഏത് ലാറ്റിൻ വേർഡാണ്? ന്യൂട്രിക്സ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് നമ്മുടെ നേഴ്സ് എന്നുള്ള വേർഡ് ഫോം ചെയ്തിരിക്കുന്നത്. വിച്ച് മീൻസ് ടു നറിഷ്. ന്യൂട്രിക്സിൻ്റെ അർത്ഥം എന്താണ്? ടു നറിഷ്, നറിഷ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ടു ചെറിഷ്. ടു നറിഷ് ഓർ ടു ചെറിഷ് എന്നുള്ള അർത്ഥമാണ് ന്യൂട്രിക്സിൻ്റെ വേർഡ്. ആ ഒരു മീനിങ്, അതിൻ്റെ മീനിങ് എന്നുള്ളത്, അതിൻ്റെ ആ വേർഡിൽ നിന്നാണ് നേഴ്സ് എന്നുള്ള വേർഡ് ഫോം ചെയ്തിരിക്കുന്നത്. ടുഡേ നഴ്സിംഗ് എമേർജ്ഡ് ആസ് എ ലേൺഡ് പ്രൊഫഷൻ ദാറ്റ് ഈസ് ബോത്ത് എ സയൻസ് ആൻഡ് ആർട്ട്. ഇന്ന് പണ്ട് കാലത്ത് അതൊരു ചെറിയൊരു ആർട്ട് മാത്രമായിരുന്നെങ്കിൽ ഇന്ന് അത് വളർന്ന് ഒരു സയൻസും ഒരു ആർട്ടും ആയിട്ടുള്ള ഒരു പ്രൊഫഷനായി മാറി, ഒരു പ്രൊഫഷനായിട്ട് മാറി. നമ്മൾ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ? മെഡിക്കൽ പ്രൊഫഷൻ അറിയാം അല്ലേ, എൻജിനീയറിംഗ് പ്രൊഫഷൻ, നിയമം, ലോ, ഇതെല്ലാം എന്താണ്? പ്രൊഫഷനാണ്. അതെന്തുകൊണ്ടാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്, എന്തുകൊണ്ട് മറ്റുള്ളത് പ്രൊഫഷൻ എന്ന് പറയുന്നില്ല, ഇത് മാത്രം പ്രൊഫഷൻ എന്ന് പറയുന്നു എന്നുള്ളതാണ് അടുത്ത് പറയുന്നത്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡീറ്റെയിൽ ആയിട്ട് ഈ യൂണിറ്റിൽ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അപ്പം നൗ യു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് നഴ്സിംഗ് ഈസ് എ പ്രൊഫഷൻ. ഇറ്റ് ഈസ് എ ബോഡി ഓഫ് നോളജ്. Knowledge is an awareness or perception of reality which is acquired through learning or investigation. നമ്മൾ പഠനത്തിലൂടെ മനസ്സിലാക്കിയ കുറേ കാര്യങ്ങൾ അല്ലെങ്കിൽ അറിവ് അതുണ്ടെങ്കിൽ മാത്രമേ അതിനെ ഒരു പ്രൊഫഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ലേണിങ്ങിലൂടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ, പരീക്ഷണത്തിലൂടെ. ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്തുക. ഇതിലൂടെ നമ്മൾ നേടിയ കുറേ അറിവ് അത് എന്ത് വേണം? അതിന് വേണം, പ്രൊഫഷന് വേണം, അല്ലെങ്കിൽ നഴ്സിങ്ങിന് വേണം. സയൻസ് ഈസ് ഡിഫൈൻഡ് ആസ് ബോത്ത് എ യൂണിഫൈഡ് ബോഡി ഓഫ് നോളജ് കൺസേൺഡ് വിത്ത് സ്പെസിഫിക് സബ്ജക്ട് മാറ്റർ, ദ സ്കിൽസ് ആൻഡ് മെത്തഡോളജി നെസസറി ഫോർ ടു പ്രൊവൈഡ് സച്ച് നോളജ്. സയൻസ്, അപ്പം നഴ്സിങ്ങിനകത്ത് സയൻസും ഉണ്ട് ആർട്ടും ഉണ്ടെന്ന് പറഞ്ഞാൽ അല്ലേ. സയൻസ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അതിനൊരു പ്രത്യേകതരമായിട്ടുള്ള കുറച്ച് അറിവുണ്ട്, ഒരു ബോഡി ഓഫ് നോളജ് ഉണ്ട്. ആ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കുറിച്ചുള്ള ബോഡി ഓഫ് നോളജും ആ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള അറിവ്, സ്കില്ലും മെത്തഡോളജിയും ഒക്കെ കുറിച്ച് അറിയുന്നതിനാണ് സയൻസ് എന്ന് പറയുന്നത്. ഇതൊക്കെ കേട്ട് നിങ്ങൾ ബോറായിട്ട് ഫീൽ ചെയ്യേണ്ട. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് നഴ്സിംഗ് ഈസ് എ പ്രൊഫഷൻ. Okay, in this detailed chapter we will study why this nursing become a profession. എങ്ങനെയാണ് ആയതെന്നുള്ള നമ്മൾ കാര്യം പഠിക്കുന്നുണ്ട്. നേഴ്സ് എന്നുള്ള വേർഡ് ഒരു ലാറ്റിൻ വേർഡ് ന്യൂട്രിക്സ് എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഫോം ചെയ്തത്. ന്യൂട്രിക്സിൻ്റെ അർത്ഥം ടു നറിഷ് അല്ലെങ്കിൽ ടു ചെറിഷ് എന്നാണ്. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് മീൻ ബൈ പ്രൊഫഷൻ? അപ്പോൾ നമ്മൾ പല എസ്സേകളിലും എന്ത് കണ്ടു? പ്രൊഫഷൻ്റെ ഡെഫിനിഷൻ ചോദിച്ചിരുന്നു. മീനിങ് ഓഫ് പ്രൊഫഷൻ അല്ലെങ്കിൽ ഡെഫിനിഷൻ ചോദിച്ച എസ്സേസ് ഉണ്ട്. അത് 1 മാർക്ക് അല്ലെങ്കിൽ 2 മാർക്കിനാണ് ചോദിക്കുന്നത്. അപ്പോൾ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഡിഫൈൻ പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യണം. ആ ഡിഫൈൻ ചെയ്യാതെ ആ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഈ 1 മാർക്ക് 2 മാർക്ക് മാത്രമല്ല അവിടെ നഷ്ടമാകുന്നത്, എസ്സേയുടെ ഒരു സ്ട്രക്ചറാണ് പോകുന്നത്. അപ്പോൾ അവിടെ കൂടുതൽ മാർക്ക് അവിടെ നഷ്ടപ്പെടും. സോ യു ജസ്റ്റ് സ്റ്റഡി 1 ഡെഫിനിഷൻ. എല്ലാവരും കൂടെ പഠിക്കണമെന്ന് പറയുന്നത്. ഇപ്പോൾ 2-3 ഡെഫിനിഷൻ ഉണ്ട്. നിങ്ങൾ അതൊന്നും എല്ലാം പഠിക്കുന്ന, ഏതാണ് ഈസിയാണെന്ന് തോന്നുന്നത് ആ ഒരു ഡെഫിനിഷൻ നിങ്ങൾ പഠിക്കുക. വാട്ട് ഈസ് മീൻ ബൈ പ്രൊഫഷൻ? എ ടൈപ്പ് ഓഫ് ഓക്യുപ്പേഷൻ. പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു തൊഴിലാണ്. ഓക്യുപ്പേഷൻ എന്ന് വെച്ചാൽ എന്താണ്? തൊഴിലാണ് അല്ലേ. തൊഴിലാണ്. ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഓക്യുപ്പേഷൻ ദാറ്റ് മീൻസ് certain criteria. ചില ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുന്ന അല്ലെങ്കിൽ ചില ക്രൈറ്റീരിയാസ് മീറ്റ് ചെയ്യുന്ന ഒരു തൊഴിൽ. ഓക്കെ, അതാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ദാറ്റ് റേസ് ഇറ്റ് ടു എ ലെവൽ എബവ് ദാറ്റ് ഓഫ് ആൻ ഓക്യുപ്പേഷൻ. ഒരു ജോലി എന്നതിനേക്കാൾ മുകളിൽ ഈ ഒരു ആ ഒരു തൊഴിലിനെ കൊണ്ടുവരുന്ന ചില ക്രൈറ്റീരിയാസ് ഉണ്ട്. അങ്ങനെയുള്ളതിനാണ് എന്ത് പറയുന്നത്? അങ്ങനെയുള്ള തൊഴിലിനാണ് എന്ത് പറയുന്നത്? പ്രൊഫഷൻ എന്ന് പറയുന്നത്. പ്രൊഫഷൻ ഇസ് എ ടൈപ്പ് ഓഫ് ഓക്യുപ്പേഷൻ ദാറ്റ് മീറ്റ്സ് സർട്ടൺ ക്രൈറ്റീരിയ. ചില ക്രൈറ്റീരിയാസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു തൊഴിൽ, അതിനെയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഈ ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? മറ്റു തൊഴിലുകളിൽ നിന്നും ഈ തൊഴിലിനെ ഉയർത്തി നിർത്തുന്ന,
വ്യത്യസ്തമായി നിർത്തുന്ന ചില പോയിന്റ്സ് അത് ഫുൾഫിൽ ചെയ്യുന്ന തൊഴിലിനെയാണ് എന്ത് പറയുന്നത്? പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ്, പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇസ് എ കോളിംഗ് ദാറ്റ് റിക്വയേഴ്സ്, ഇത് നിങ്ങൾ അനദർ ഡെഫിനിഷൻ ആണ്, വേണമെങ്കിൽ ഇത് പഠിക്കാം. ഇസ് എ കോളിംഗ് ദാറ്റ് റിക്വയേഴ്സ് സ്പെഷ്യൽ നോളേജ്, സ്കിൽ ആൻഡ് പ്രിപ്പറേഷൻ. ഇറ്റ്സ് എ ജോബ് ദാറ്റ് റിക്വയേഴ്സ് സ്പെഷ്യൽ നോളേജ്, സ്കിൽ ആൻഡ് പ്രിപ്പറേഷൻ. സ്പെഷ്യൽ നഴ്സിംഗ് എന്ന് പറയുമ്പോൾ നഴ്സിംഗ് പഠിച്ചിരിക്കണം, സ്പെഷ്യൽ നോളജ് അവിടെ ഉണ്ടായിരിക്കണം, അല്ലാതെ ആർക്കും നഴ്സായിട്ട് മാറാൻ പറ്റുമോ? ഇല്ല. ഇറ്റ് റിക്വയർസ് സ്പെഷ്യൽ നോളേജ്, സ്കിൽ ആൻഡ് പ്രിപ്പറേഷൻ. Then it is known as profession. Okay, next, an occupation that requires advanced knowledge and skills and that it grows out of society's needs for special services. It's another definition. അതായത് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? an occupation, ഒരു ഒക്യുപ്പേഷനാണ്, ഒരു തൊഴിലാണ്, that requires advanced knowledge and skills, ഒരു പ്രത്യേക തരത്തിലുള്ള അഡ്വാൻസ് നോളജും സ്കിൽസും ആവശ്യമുള്ള ഒരു തൊഴിലാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ആ സ്കില്ലും നോളജും ഉള്ള ആ തൊഴിൽ കൊണ്ട് എന്തിന് സഹായിക്കുന്നു? സൊസൈറ്റിക്ക് സ്പെഷ്യൽ സർവീസസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നു. സാമൂഹികമായ, അതാണ് കറക്റ്റ് ഡെഫിനിഷൻ. നമ്മൾ മെഡിക്കൽ പ്രൊഫഷൻ എന്തുകൊണ്ട്, മെഡിക്കൽ ഫീൽഡിനെ എന്തുകൊണ്ട് പ്രൊഫഷൻ എന്ന് പറയുന്നു? മെഡിക്കൽ ഫീൽഡ് ഗിവിങ് സർവീസസ് ഫോർ പബ്ലിക് സൊസൈറ്റി. ലോ, വക്കീലന്മാരെന്താണ്? അവർ സൊസൈറ്റിക്കാണ് സർവീസ് ചെയ്യുന്നത്. നേഴ്സസ് ആർക്കാണ് സർവീസ് ചെയ്യുന്നത്? പബ്ലിക്കിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് നോളജുള്ള, സ്കില്ലുള്ള ഒരു ജോലി സൊസൈറ്റിക്ക് സർവീസ് ചെയ്യുന്നതും കൂടെ ആകുമ്പോഴാണ് അതിന് എന്ത് പറയുന്നത്? പ്രൊഫഷൻ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ബട്ട് എനി വൺ ഡെഫിനിഷൻ യു ജസ്റ്റ് ബൈ ഹാർട്ട് ഇറ്റ്. നെക്സ്റ്റ്, പ്രൊഫഷണൽ. ഇതൊക്കെ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ? എ പേഴ്സൺ ഹൂ ബിലോങ്സ് ടു ആൻഡ് പ്രാക്ടീസസ് എ പ്രൊഫഷൻ. അതായത് ഒരു വ്യക്തി ഒരു പ്രൊഫഷൻ പഠിച്ച്, അതിൻ്റെ ബോഡി ഓഫ് നോളജ് പഠിച്ച് അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെയാണ് എന്ത് പറയുന്നത്? പ്രൊഫഷണൽ. ഹീസ് എ പ്രൊഫഷണൽ മാൻ എന്ന് പറഞ്ഞാൽ അയാളതിൽ പ്രാക്ടീസ് ചെയ്യുന്നത് അർത്ഥം. ആസ് എ നേഴ്സ് ഈസ് എ പ്രൊഫഷണൽ, എ ലോയർ ഈസ് എ പ്രൊഫഷണൽ, എ ഡോക്ടർ ഈസ് എ പ്രൊഫഷണൽ, അല്ലേ? ആൻ എൻജിനീയർ ഈസ് എ പ്രൊഫഷണൽ. അത് കറക്റ്റ് ആ ഒരു ഫീൽഡിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അയാൾ എന്ത് പറയുന്നു? പ്രൊഫഷണൽ എന്ന് പറയുന്നു. ഓക്കെ, നെക്സ്റ്റ്, വാട്ട് ഈസ് പ്രൊഫഷണലിസം? പ്രൊഫഷണലിസം, അങ്ങനെ 2 മാർക്ക് ക്വസ്റ്റ്യൻ. പ്രൊഫഷണലിസം, ഡെമോൺസ്ട്രേഷൻ ഓഫ് ഹൈ ലെവൽ ഓഫ് പേഴ്സണൽ, ethical and high level of skill characteristics for a member of a profession. അതായത് ഐ ആം എ പ്രൊഫഷണൽ, ഞാൻ ഒരു നേഴ്സാണ്, ഞാൻ നഴ്സിംഗ് പ്രൊഫഷൻ പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ഐ എം എ പ്രൊഫഷണൽ. വെൻ ഐ ആം ഡെമോൺസ്ട്രേറ്റിംഗ് ദിസ് പ്രൊഫഷണാലിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, എ മെമ്പർ ഓഫ് എ പ്രൊഫഷൻ, അല്ലേ? മറ്റൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ലെവൽ ഓഫ് പേഴ്സണൽ, എത്തിക്കൽ, ഹൈ ലെവൽ ഓഫ് സ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ്, demonstrating professional, ethical, high level of skill characteristics for a member of profession, then it is known as പ്രൊഫഷണലിസം. അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിന് എന്ത് പറയുന്നു? ഇറ്റ്സ് എ പ്രൊഫഷണലിസം. ഓക്കെ, ഈ രീതിയിൽ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്? പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറയുന്നത് നമ്മൾ അതിനാണ് പ്രൊഫഷണൽ. ദാറ്റ് ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊഫഷണൽ ആൻഡ് പ്രൊഫഷണലിസം. പ്രൊഫഷണലിസം എന്ന് പറഞ്ഞാൽ നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു. പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ ഐ ആം എ പ്രൊഫഷൻ, ഐ എം എ മെമ്പർ ഓഫ് പ്രൊഫഷൻ, അല്ലെങ്കിൽ ഐ എം എ മെമ്പർ പ്രാക്ടീസിങ് എ പ്രൊഫഷൻ. പ്രൊഫഷണൽ എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ഓക്യുപ്പേഷൻ ആൻഡ് പ്രൊഫഷൻ. നമ്മൾ പറഞ്ഞു ഡോക്ടർ എന്ന് പറയുന്ന ഒരു ജോലിയാണ്, ഒപ്പം പ്രൊഫഷനാണ്. എൻജിനീയർ എന്ന് പറയുന്ന ഒരു ജോലിയാണ്, ഒപ്പം പ്രൊഫഷനാണ്. നേഴ്സ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷനാണ്, ഒപ്പം ജോലിയുമാണ്. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അതിൻ്റെ രണ്ടിൻ്റെയും ജസ്റ്റ് ഡെഫിനിഷൻ നോക്കാം. അക്കോർഡിംഗ് ടു വെബ്സ്റ്റർ. അക്കോർഡിംഗ് ടു വെബ്സ്റ്റർ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്യുപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഡിഫൈൻഡ് ആസ് what occupies or engages one's time, business and employment. ഒരാൾ ചെയ്യുന്ന, ഒരു സമയത്ത് ഒരു വ്യക്തി ചെയ്യുന്ന തൊഴിൽ, ആ സമയത്ത് ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എന്തിലാണോ ഇൻവോൾവ് ആകുന്നത് അതിനെ ഒക്യുപ്പേഷൻ എന്ന് പറയാം. ബട്ട് വെൻ ഇറ്റ് ഈസ് കോൾഡ് ആസ് പ്രൊഫഷൻ ഇസ് ഡിഫൈൻഡ് ആസ് ദ വൊക്കേഷൻ റിക്വയറിംഗ് അഡ്വാൻസ്ഡ് ട്രെയിനിങ്. ജോബ് റിക്വയറിംഗ് അഡ്വാൻസ്ഡ് ട്രെയിനിങ്, പ്രത്യേകപരമായിട്ടുള്ള ട്രെയിനിങ് ആവശ്യമാണ്. ഇൻവോൾവിങ് മെൻ്റൽ ട്രെയിനിങ് റാദർ ദാൻ മാനുവൽ വർക്ക്. ഓക്കെ, അതായത് മാനുവൽ വർക്കിനേക്കാളും കൂടുതൽ മെൻ്റൽ ട്രെയിനിങ് ആവശ്യമായിട്ടുള്ള ഒരു ജോബ്.
as teaching, engineering, especially medicine and law. This job is known as profession. This is also an occupation only, but it needs advanced training involving mental training rather than manual work. Say examples as teaching, engineering, medicine, law, etc. Do you get an idea about what is meant by profession? Next, another 5-mark question. Okay, നിങ്ങൾ ഇത്ര നേരം പഠിച്ചത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. Definition of profession, definition of occupation, definition of professional, definition of professionalism. ഓക്കെ, അങ്ങനെ നമ്മൾ എന്താ പഠിച്ചത്? ജസ്റ്റ് ഡെഫിനിഷൻ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് പഠിച്ചത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് 5 മാർക്ക് ക്വസ്റ്റ്യൻ? ഇമ്പോർട്ടൻറ്റ് വൺ, റിപ്പീറ്റഡ്ലി ആസ്ക് ക്വസ്റ്റ്യൻ, 10 മാർക്ക് ക്വസ്റ്റ്യൻ ആൻഡ് 5 മാർക്ക് ക്വസ്റ്റ്യൻ. Okay, maybe they may ask for 2 mark also to list out the criteria of profession. Means then you should write the headings only these headings for 2 marks. If they are asking for 5 mark or part of 10 mark question, you just detail explain it. Criteria of profession. എന്തൊക്കെയാണ് criteria എന്ന് ആദ്യം ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. First one, high intellectual level of functioning. High in explanation അടുത്ത് പിന്നെ പറയാം. High intellectual level of functioning, high level of individual responsibility and accountability. High level of individual responsibility and accountability. Third one, specialized body of knowledge. Fourth one, evidence based practice. Fifth one, public service and altruistic activity. Public service and altruistic activities. Okay. Next, 6th one, well organized and strong representation. Well organized and strong representation. Next, 6th, 5th, 6th, 7th. 7th one, code of ethics. 8th one, competencies and professional license. Competencies and professional license. 9th one, autonomy and independence of practice. Autonomy and independence of practice. Next, 10th one, professional identity and development. Okay, these are the criteria of profession. 10 criteria of profession. നമുക്കതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. 5 മാർക്കിന് ചോദിച്ചാലും 10 മാർക്കിൻ്റെ പാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യം ലിസ്റ്റ് ഔട്ട് ചെയ്യാം, എന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അല്ല എങ്കിൽ ജസ്റ്റ് ഡയറക്റ്റ്ലി put one heading and explain it. Then next heading, next explain it. Next heading, next explain. Like that you can go for 10 criteria of profession. ക്രൈറ്റീരിയ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഒരു ഒക്യുപ്പേഷനേക്കാൾ കൂടുതൽ ചില ക്രൈറ്റീരിയ, സർട്ടൺ ക്രൈറ്റീരിയ ഷുഡ് ബി ഫുൾഫിൽഡ്. വാട്ട് ആർ ദ ക്രൈറ്റീരിയാസ്? എന്തൊക്കെ ക്രൈറ്റീരിയാസ് ആണ് ഒരു ഒക്യുപ്പേഷൻ ഫുൾഫിൽ ചെയ്യുമ്പോൾ അത് പ്രൊഫഷനായി മാറുന്നത്? ഹൈ ഇൻ്റലക്ച്വൽ ലെവൽ ഓഫ് ഫങ്ഷനിങ്, അതായത് നമുക്ക് നല്ല വിവരം വേണം. മോഡേൺ നഴ്സസ് യൂസ് അസസ്മെൻറ്റ് സ്കിൽ ആൻഡ് നോളേജ്, ഹാവ് ദ എബിലിറ്റി ടു റീസൺ and make routine judgment depending on patient condition. അതായത് കൃത്യമായിട്ട് വരുന്ന പേഷ്യൻസിനെ അസസ് ചെയ്ത് കൃത്യമായി ശരിയായ രീതിയിൽ അസസ് ചെയ്യാനുള്ള ഒരു സ്കിൽ ഉണ്ടാകണം. അസസ് ചെയ്ത് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ എന്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് പറയണമെങ്കിൽ അതിനുള്ളൊരു നോളജ് ഉണ്ടാകണം. അതിനെ റീസൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ടാകണം. അതിനെ ജഡ്ജ്മെൻറ്റ് ചെയ്യാനുള്ള പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ച് അതിൻ്റെ റുട്ടീൻ ജഡ്ജ്മെൻറ്റ് നടത്താനുള്ളൊരു കഴിവുണ്ടായിരിക്കണം. ദറ്റ് ഈസ് ഇൻ്റലക്ച്വൽ പവർ. ഹൈ ഇൻ്റലക്ച്വൽ ലെവൽ ഓഫ് ഫങ്ഷനിങ് ഉണ്ടായിരിക്കണം. ഓരോ വ്യക്തിയെയും കൃത്യമായ രീതിയിൽ അസസ് ചെയ്ത് നോളജ് ഉണ്ടായിരുന്ന സ്കിൽ ആൻഡ് നോളജ് അതിൽ അസസ് ചെയ്ത് അത് റീസൺ ചെയ്ത് അതിൽ ജഡ്ജ്മെൻറ്റ് നടത്താം, പേഷ്യൻ്റെ കണ്ടീഷൻ ജഡ്ജ് ചെയ്യാനുള്ള ഒരു ഇൻ്റലക്ച്വൽ പവർ ഉണ്ടായിരിക്കണം. ദാൻ ഇറ്റ് ഈസ് നോൺ ആസ് പ്രൊഫഷൻ. Professional nurses functions at a high intellectual level
Florence Nightingale raised the bar for education and graduates of her school were considered to be highly educated. ഇതുകൊണ്ടാണ്, അതായത് പ്രത്യേകതരമായിട്ടുള്ള ഇൻ്റലക്ച്വൽ എല്ലാ നഴ്സസിനും ഹൈ ഇൻ്റലക്ച്വൽ പവർ വേണം എന്നുള്ള നിർബന്ധമാണ്. അതിനുകൂടെ വേണ്ടിയിട്ടാണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ പണ്ട് എന്ത് തുടങ്ങിയത്? നഴ്സിംഗ് സ്കൂളും നഴ്സിംഗ് പഠിപ്പിക്കാനും ഹൈലി എഡ്യൂക്കേറ്റഡ് ആക്കാനും ഒക്കെ തുടങ്ങിയത്. ദാറ്റ് ഈസ് ഫസ്റ്റ് പോയിന്റ്, ഹൈ ഇൻ്റലക്ച്വൽ ലെവൽ ഓഫ് ഫങ്ഷനിങ്. Next, second one, high level of individual responsibility and accountability. High level of individual responsibility, അതായത് ഉത്തരവാദിത്തം ഉണ്ടാവുക. ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അതിലുള്ള ഒരു വ്യക്തിക്ക് പ്രൊഫഷണലിന് എന്തുണ്ടാവണം? റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവണം. അതായത് നഴ്സസ് മസ്റ്റ് ബി അക്കൗണ്ടബിൾ and demonstrate a high level of individual responsibility for the care and services they provide. അതായത് നമ്മൾ കൊടുക്കുന്ന കെയറും സർവീസസിനും പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മളാണ്. നമ്മളവിടെ എന്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അതിൻ്റെ എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക് ആണ്. അക്കൗണ്ടബിലിറ്റി, അതായത് നമ്മൾ അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ദ കൺസെപ്റ്റ് ഓഫ് അക്കൗണ്ടബിലിറ്റി ഹാസ് ലീഗൽ, ethical and professional implications that include accepting responsibility for action taken to provide the care as well as accepting responsibilities for consequences of the action that is not performed. അതൊക്കെ അതായത് നമ്മൾ വി ആർ അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ മീൻസ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമുക്കാണ്. അതിൽ എന്തെങ്കിലും കോൺസിക്വൻസസ് എന്തെങ്കിലും ഒരു ദോഷം വന്ന് അതിനും ഉത്തരവാദി നമ്മളാണ്. Then only we are professional. High level of individual responsibility and accountability. Next one, specialized knowledge. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. Each and every profession need a specialized knowledge, a structured knowledge, a bulk knowledge. We should acquire that. We should study that. We should learn that. Then only we are professional. Nursing has developed into an identifiable separate discipline, a specialized body of knowledge called as nursing science. Nursing science എന്നുള്ള ഒരു body of knowledge ഉണ്ട്. We should acquire that. We should study that. It was compiled through the research effort of nurses with advanced educational degrees. ചില അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷണൽ ഡിഗ്രീസിലൂടെ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്ത് കണ്ടുപിടിച്ച ഒരുപാട് കാര്യങ്ങൾ ചേർത്തിട്ടുള്ളതാണ് നഴ്സിംഗ് സയൻസ് എന്ന് പറയുന്നത്. When this body of specialized knowledge is learned, this complete details we learned, theoretical and practical in the both aspects we learned, then only we are professional. Okay, specialized body of knowledge. Next one, evidence based practice. എന്താണ് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ 5 മാർക്കിന് എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് മാത്രമായിട്ടും ചോദിക്കാം. അപ്പോൾ അവിടെ കുറച്ചുകൂടി നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ത്രൂ ട്രയൽ ആൻഡ് ഇറർ one thing we will be doing and practicing at last we will find a result. Then we will function or work as based on that result. That is evidence based practice. അത് വെറുതെ ആരെങ്കിലും പറയുന്നതല്ല, വെറുതെ അല്ല. പല കാര്യങ്ങളും നമ്മൾ ത്രൂ ഡെമോൺസ്ട്രേഷൻ, ത്രൂ റിസർച്ച് വി വിൽ ഫൈൻഡ് ഔട്ട്. ഓക്കെ, ഹൗ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് എഫക്ട് ഷുഗർ ഡയബറ്റീസ് മെലിറ്റസ് പേഷ്യൻറ്റ്, വാട്ട് ഈസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ SIADH, അങ്ങനെ SIADH അതൊരു കണ്ടീഷനാണ്, അതൊക്കെ പിന്നീട് നമ്മൾ പഠിക്കും. ഇതുപോലെയുള്ള പല റിസർച്ചുകളും കണ്ടക്ട് ചെയ്യുന്നു, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു, അതിൽ നിന്ന് എവിഡൻസ് കിട്ടുന്നു, അതിൽ നിന്നൊരു റിസൾട്ട് വരുന്നു. ആ എവിഡൻസിനനുസരിച്ച്, അതുപോലുള്ള എവിഡൻസുകൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രാക്ടീസ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ്, പബ്ലിക് സർവീസ് ആൻഡ് ആൾട്രൂയിസ്റ്റ് ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ വി ഷുഡ് ഹാവ് ദ ഡെഡിക്കേഷൻ ടുവേർഡ്സ് പബ്ലിക്. അതായത് വി ഡെഡിക്കേറ്റഡ് നഴ്സസ്, വി ഡെഡിക്കേറ്റഡ് പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ഈസ് ദ ഫോക്കൽ പോയിന്റ് ഓഫ് ഓൾ നഴ്സിംഗ് മോഡൽസ് ആൻഡ് നഴ്സിംഗ് പ്രാക്ടീസ്. പബ്ലിക്കാണ് നമ്മുടെ ഫോക്കൽ പോയിന്റ്. Nursing has been viewed universally as being an altruist profession composed of selfless individuals who place in lives and well-being of their clients about their personal safety. നമ്മുടെ സേഫ്റ്റിയെ കുറിച്ച് നോക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? പേഷ്യൻസിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അങ്ങനെയുള്ളവരെയാണ് പ്രൊഫഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെഡ്ലി ഡിസീസസ് ആയിട്ടുള്ള ആൾക്കാരെ പോലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു മടിയുമില്ല. വിത്തൗട്ട് കൺസിഡറിങ് അവർ വെൽഫെയർ വി വിൽ ടേക്ക് കെയർ പബ്ലിക്. That is public service and altruist activities.
നെക്സ്റ്റ് വൺ, വെൽ ഓർഗനൈസ്ഡ് ആൻഡ് സ്ട്രോങ് റെപ്രസെൻറ്റേഷൻ. അതായത് നമ്മുടെ ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ അവിടെ ഉണ്ടാവും. റെപ്രസെൻറ്റ് മെമ്പേഴ്സ് ഓഫ് ദ പ്രൊഫഷനിലെ ചില മെമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, കൺട്രോൾ ആൻഡ് ക്വാളിറ്റി ഓഫ് പ്രൊഫഷണൽ പ്രാക്ടീസ്, അതായത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രൊഫഷണൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ഉണ്ട്. നഴ്സിംഗിൻ്റെ പ്രൊഫഷണൽ ഓർഗനൈസേഷനാണ് TNA, ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, and Student Nurses Association are the two organizations that represent nursing in today's healthcare system. Many do belong specialty organizations that represent specific area of practice. പലതിലും വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ ഇതുപോലെയുള്ള സ്പെഷ്യലൈസ്ഡ് ഓർഗനൈസേഷൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്രൈറ്റീരിയ ഈസ് കോഡ് ഓഫ് എത്തിക്സ്. ഈച്ച് ആൻഡ് എവറി പ്രൊഫഷൻ ഷുഡ് ഹാവ് എത്തിക്സ് ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ്. Based on that ethical principles only we should work. Then only it is known as profession. Okay. Next, competencies and professional license. Nurses must pass a national licensure examination to demonstrate that they ക്വാളിഫൈഡ് ടു പ്രാക്ടീസ്. അതായത് നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി എക്സാം ഉണ്ടാകും, അല്ലെങ്കിൽ നാഷണൽ എക്സാം ഉണ്ടാകും. അത് പാസ്സായി കഴിഞ്ഞാൽ മാത്രമേ വി ആർ റെഡി ടു ട്രീറ്റ് അതേഴ്സ് എന്നുള്ള അല്ലെങ്കിൽ ഒരു ലൈസൻസ് ഉണ്ടാകത്തുള്ളൂ. ഫോർ ലീഗൽ ആക്ടിവിറ്റിക്കായാലും മറ്റു സുരക്ഷയ്ക്കായാലും എല്ലാത്തിനും എന്ത് വേണം? കോമ്പീറ്റൻസിയും പ്രൊഫഷണൽ ലൈസൻസും ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് പ്രാക്ടീസ്. അതായത് ഒരു സ്വയം തീരുമാനിക്കാനുള്ള ഒരു അവകാശം അതുണ്ടാവണം. ചില സാഹചര്യങ്ങളിൽ നമുക്ക് മറ്റുള്ളവരെ ആശ്രയിക്കാതെ പെട്ടെന്ന് ക്വിക്കായിട്ടുള്ള ക്രിട്ടിക്കൽ തിങ്കിങ്ങിലും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പവർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ മാത്രമേ അത് പ്രൊഫഷൻ എന്ന് പറയത്തുള്ളൂ. നെക്സ്റ്റ്, പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി and development. Until nurses are fully committed to the profession of nursing, identify with it as a profession and are dedicated to its future development, nursing will probably not achieve professional status. അതായത് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി, ഒരു പ്രത്യേകതയുള്ള നഴ്സിംഗ് പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി, ഒരു ഡെഡിക്കേഷനും ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ പ്രൊഫഷണൽ ഐഡൻറ്റിറ്റിയും ഡെവലപ്മെൻറ്റും ഉണ്ടാകും. then it is known as profession. Okay, these are the criteria of profession. The next topic in profession is characteristics of profession. Okay, അതുകൂടെ നോക്കാം. ജസ്റ്റ് 5 പോയിന്റ്സ് മാത്രമേ ഉള്ളൂ, നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, എ ബേസിക് പ്രൊഫഷൻ റിക്വയർസ് ആൻ എക്സ്റ്റെൻഡഡ് എഡ്യൂക്കേഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ക്രൈറ്റീരിയ പറഞ്ഞത് തന്നെയാണ്, ജസ്റ്റ് പോയിന്റ്സിൽ ഇവിടെ കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ, ബേസിക് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് റിക്വയർസ് എക്സ്റ്റെൻഡഡ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് as well as ബേസിക് ലിബറൽ ഫൗണ്ടേഷൻ. ചെറിയ ബേസിക് ഇവിടെ ഉണ്ടായിരിക്കണം, എക്സ്റ്റെൻഡഡ് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം, ബോഡി ഓഫ് നോളജ് ഇവിടെ ഉണ്ടായിരിക്കണം അവിടെ. അതുപോലെ നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്? പ്രൊഫഷൻ ഹാസ് തിയററ്റിക്കൽ ബോഡി ഓഫ് നോളജ് ലീഡിങ് ടു ഡിഫൈൻഡ് സ്കിൽസ്, എബിലിറ്റീസ് ആൻഡ് നോംസ്. ഒരു തിയററ്റിക്കൽ നോളജ് ബേസിക് ആയിട്ടുള്ള തിയററ്റിക്കൽ ബോഡി ഓഫ് നോളജ് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ പ്രൊഫഷൻ പ്രൊവൈഡ്സ് സ്പെഷ്യൽ സർവീസ്, പബ്ലിക്കിന് സർവീസ് ചെയ്യുന്നതായിരിക്കണം. മെമ്പേഴ്സ് ഓഫ് എ പ്രൊഫഷൻ ഹാവ് ഓട്ടോണമി, സ്വയം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഡിസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം, അല്ലേ? പ്രാക്ടീസ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് പ്രൊഫഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. പ്രൊഫഷൻ ഹാസ് എ കോഡ് ഓഫ് എത്തിക്സ്, ഒരു കോഡ് ഓഫ് എത്തിക്സ് ഉണ്ടാവണം പ്രൊഫഷന്. ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ. വാട്ട് എവർ വി സെഡ് ബിഫോർ, എവറിത്തിങ് യു ക്യാൻ റൈറ്റ് ഹിയർ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഹിയർ വി ആർ ഫിനിഷിംഗ് പ്രൊഫഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ചെറിയൊരു ടോപ്പിക്, 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യന് 2 മാർക്കിൻ്റെ ഒരു 2-3 ക്വസ്റ്റ്യനാണ് ഇന്ന് പഠിച്ചത്. വളരെ ഈസിയാണ്, പക്ഷേ ഇത് അടുത്ത ടോപ്പിക്കായിട്ട് കൺഫ്യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കൊണ്ട് ഞാനിതിവിടെ നിർത്തുകയാണ്. ജസ്റ്റ് സ്റ്റഡി. ഇഫ് യു ലൈക്ക് ദ വീഡിയോ അല്ലെങ്കിൽ യു അണ്ടർസ്റ്റുഡ്, യു ജസ്റ്റ് ലൈക്ക് ദ വീഡിയോ, ജസ്റ്റ് റൈറ്റ് എ കമൻറ്റ്, ഐ ഫിനിഷ്, ഐ സ്റ്റഡീഡ്, ഐ അണ്ടർസ്റ്റുഡ് ലൈക്ക് ദ സംതിങ് ഇൻ റൈറ്റ് ഇറ്റ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ഓൾസോ. Study well, don't wait for the last day. There's so many things is there to study. Okay, ആദ്യമേ നിങ്ങൾ പ്ലാൻ ചെയ്ത് പഠിക്കുക പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. Okay, thank you for watching.